aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ഭൂമിയിലെ ആദ്യത്തെ പാപം അനുസരണക്കേടാണ്. ദൈവം വിലക്കുന്നത് ആസ്വദിക്കുന്നതാണ് അനുസരണക്കേട്. ദൈവേഷ്ടം പരിപൂർണമായി ചെയ്യുന്നതാണ് അനുസരണം. യേശു പിതാവിനെ പരിപൂർണമായി അനുസരിച്ചു. ആദ്യത്തെ പരീക്ഷയിൽ ആദാം പരാജയപ്പെട്ടു പോയി. എന്നാൽ യേശു അവസാന പരീക്ഷയിൽ പോലും വിജയിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു എന്ന് എബ്രായ ലേഖനം 5-ാം അധ്യായം 8-9 വചനങ്ങൾ നാം വായിക്കുന്നു. ലോക മോഹങ്ങളെല്ലാം വെടിഞ്ഞ് ദൈവേഷ്ടം പരിപൂർണമായി ചെയ്ത് പരസ്യമായി തൻ്റെ സ്നേഹത്തെ യേശു പ്രകടമാക്കി എന്നേക്കും ജീവിക്കുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു എന്ന് 1 യോഹന്നാൻ 2:17 നാം വായിക്കുന്നു. ദൈവം മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം ദൈവത്തെ സ്നേഹിക്കുക എന്നതാണ്. യേശു പത്രോസിനോട് 3 തവണ ഒരേ ചോദ്യം ആവർത്തിച്ചതായി നാം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ കാണുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി പത്രോസിനോട് ചോദിച്ചു, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. ചോദ്യം 3 തവണ ആവർത്തിച്ചു. ഉവ്വ് എന്ന് പത്രോസ് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ യേശു അതിന് ഉത്തരമായി, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക, എൻ്റെ ആടുകളെ പാലിക്ക, എൻ്റെ ആടുകളെ മേയ്ക്ക എന്ന 3 പ്രാവശ്യം പത്രോസിനോട് പറഞ്ഞു. ദൈവത്തിനോടുള്ള സ്നേഹം നാം വെളിപ്പെടുത്തുന്നത് ദൈവത്തിനുള്ളവരെ പരിപാലിക്കുന്നത് വഴിയാണ്. ഒരു ഇടയൻ ആടുകളെ പരിപാലിക്കുന്ന പോലെ നാം അവയെ പരിപാലിക്കേണ്ടതാണ്. ജീവനുള്ള ദൈവവചനം നൽകി അവരെ പോഷിപ്പിക്കണം. നാം ദൈവത്തെ സ്നേഹിക്കുന്നത് ആരാധനയിലൂടെയും അനുസരണത്തിലൂടെയും ആടുകളെ പരിപാലിക്കുന്നതിൽ കൂടിയും ആണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്ന് യോഹന്നാൻ 14:15 നാം വായിക്കുന്നു. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ എന്ന് യോഹന്നാൻ 15:14 നാം വായിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 15:10 നാം വായിക്കുന്നു. പഴയ നിയമവും പുതിയ നിയമവും പറയുന്നു, ദൈവ കൽപ്പനകൾ ഭാരമുള്ളതല്ല. യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോൾ ദൈവ കൽപ്പനകളുടെ ഭാരം കുറയുന്നു. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു എന്ന് മത്തായി സുവിശേഷം 11:30 നാം കാണുന്നു. ദൈവ കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും അല്ലാത്തവർക്ക് ഭവിക്കുന്ന ദോഷങ്ങളും ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ദൈവ കൽപ്പനകൾ അനുസരിക്കാം. നമ്മുടെ രക്ഷകനായ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിച്ച് യേശുവിൻ്റെ നിത്യ സ്നേഹിതന്മാരാകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്.
ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.